നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പോകുന്നു ഗംഗേ. എന്റെ മഹേട്ടനും മോളും നിന്റെ കൈകളിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം. ശ്രീമഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നു ചേച്ചി. എന്താ ഗംഗേ, നീ എന്താ പറയുന്നേ? ചേച്ചിയുടെ കൊലപാതകയായ ഹൈമവതി അറസ്റ്റിലായി. അപ്പോ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള സമയമായല്ലേ? നമ്മൾ ആഗ്രഹിച്ചതും കഷ്ടപ്പെട്ടതും ഇതിനു വേണ്ടിയല്ലേ ചേച്ചി? അതെ, പക്ഷെ നിങ്ങളെല്ലാം വിട്ട് എനിക്ക് പോകേണ്ടി വരില്ലേ ഗംഗേ? ഇനി എന്റെ മാളുനെയോ മഹീട്ടനെയോ നിന്നെയോ എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ. അതെ, ഇത്രയും നാളും എനിക്കൊപ്പം ചേച്ചി ഉണ്ടെന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. പക്ഷെ ഇനി എനിക്ക് പോകാതെ പറ്റില്ലല്ലോ ഗംഗേ. മാളു, ഗംഗ ആരോട് സംസാരിക്കുന്നേ? എന്റെ അമ്മയോടാണോ? അവസാനമായി ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ ഗംഗേ. എന്താ ചേച്ചി? നിന്നിലൂടെ എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് എടുക്കണം. അവളെ ലാളിച്ച് അവസാനമായി ഒരു ഉമ്മ കൊടുക്കണം. ഗംഗ എന്താ മിണ്ടാത്തത്? എന്റെ അമ്മയെ കാണിച്ചു തരാന്ന് ഗംഗ വാക്ക് പറഞ്ഞതല്ലേ? നീ വിചാരിച്ചാൽ ഗൗരിയെ കാണാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ഗൗരിയെ കാണണം. ഗൗരിയെ കാണണമെങ്കിൽ ദാ ആ താലത്തിൽ വെച്ചിരിക്കുന്ന മന്ത്രസിദ്ധിയാൽ ജപിച്ച മന്ത്രച്ചരട് ധരിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അവസാനമായി ഒരിക്കൽ കൂടി ഗൗരിയെ കാണാം. ദാ നോക്കിക്കൊള്ളൂ. ഗൗരി, ഇനി ഒരിക്കൽ കൂടി നിന്നെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. മഹീട്ടൻ ഒന്നിന്റെ പേരിലും വിഷമിക്കരുത്. എന്റെ മഹീട്ടൻ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? ഇല്ല മഹീട്ട, എന്റെ മഹീട്ടനെ മനസ്സിലാക്കാത്തത് ഞാനാ. എനിക്ക് വേണ്ടി മഹീട്ടൻ എല്ലാം ചെയ്തിട്ടേ ഉള്ളൂ. അത് അന്നും ഇന്നും ഞാനാ മഹീട്ടനെ തെറ്റിദ്ധരിച്ചത്. അതിനുള്ള ശിക്ഷയാ ഭഗവാൻ എനിക്ക് തന്നത്. എന്റെ കുഞ്ഞിനെ മഹീട്ടൻ നന്നായി നോക്കി. എപ്പോഴും അവൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം കൊടുത്തു. അതാ ഗംഗ. എന്റെ കുഞ്ഞിനെ ഗംഗയെ പോലെ എനിക്ക് പോലെ സ്നേഹിക്കാൻ പറ്റിയില്ല. അമ്മ എന്തിനാ അമ്മ എന്നെ വിട്ടു പോയത്? ഗംഗേ, എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കണം. അതിന് നിന്റെ സഹായം എനിക്ക് വേണ്ടി വരും. മോളെ, മാളു, മോളെ, മാളു, എന്നെ വിട്ട് പോവല്ലേ അമ്മ?
നിൽപ്പുണ്ട്. ഇപ്പോ മോൾ അമ്മയെ കാണുന്നത് ഗംഗയുടെ രൂപത്തിലല്ലേ? ഈ രൂപം എന്നും നിനക്കൊപ്പം ഉണ്ടാവും. ഗംഗേ, ഞാൻ പോന്നു ഗംഗേ. എന്റെ മഹേട്ടനും മോളും നിന്റെ കൈകളിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം. ഞാനല്ല സർ, സർ ഞാനല്ല. അതെ സർ, ഇവര് തന്നെയാണ്. നാഥുനെ, ഞാനല്ല. മോളെ, മതി മതി, നമുക്ക് പോവാം. ഇവരെ പുറത്തിറക്കി നിർത്ത്. ലേഡി ഓഫീസർ ഇപ്പൊ വരും. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിയെ വിലങ്ങ് വെച്ചാൽ മതി. ശരി സാർ, ഓക്കെ. വരൂ വന്നേ. ഒരിക്കലും തെളിയാതെ പോകുമായിരുന്ന ഒരു കേസായിരുന്നു ഇത്. അത് തെളിയിച്ചത് ഗംഗയാണ്. ശരി മഹി, ഞാൻ ഇറങ്ങട്ടെ. മഹിയേട്ടാ, ചെയ്ത തെറ്റിനെല്ലാം എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഇതാണ്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ആന്റി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാനും ഇതൊന്നും ഒരിക്കലും അറിഞ്ഞിരുന്നില്ല മഹി. എത്രയും പെട്ടെന്ന് ഭട്ടത്തിരിയുടെ അടുത്തെത്തണം. ബാക്കി കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഗൗരി വല്ലാത്ത അവസ്ഥയിലാണ്. നമ്മുടെ ഹോമങ്ങൾക്കോ മന്ത്രജപത്തിനോ ഗൗരിയെ രക്ഷിക്കാനാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും തിരുമേനി? ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? ഉൾവനത്തിലെ നാഗത്തറയിലെത്തി അവിടെ നിന്ന് നാഗമാണിക്യം കൊണ്ടുവരണം. അതിന്റെ സാന്നിധ്യത്തിൽ ഹോമം ചെയ്താൽ ഗൗരിയെ രക്ഷിക്കാൻ സാധിക്കും. എനിക്കമ്മയെ കാണണം. എനിക്കെന്റെ അമ്മയെ കാണാൻ പറ്റാത്തെ. ഞാൻ എത്ര നാളായി അമ്മയൊന്ന് കണ്ടിട്ട്. ഗംഗയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് കാണാൻ പറ്റാത്തത്? അച്ഛാ, ഇതെന്താ? നിനക്കെന്താ പറ്റിയ? എന്തിനാ നീ കരയുന്നേ? അച്ഛാ, കാവില് വെച്ച്. എങ്കി പറ, ആരോടെ ഗംഗ സംസാരിച്ചത്? അത് മോളെ, ഞാൻ സംസാരിച്ചത് മോളുടെ അമ്മയോടാ. എന്റെ അമ്മയോടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.